ക്രമസമാധാനം നിലനിർത്തേണ്ടവരാണ് പോലീസുകാർ. എന്നാൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ കാക്കിയിട്ട് കഴിഞ്ഞാൽ മറ്റേതോ ലോകത്താണ്. സാധാരണ പൗരന്മാരെക്കാൾ മുന്തിയവരാണെന്ന തോന്നലാണ് അവർക്ക്. ഇതിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് കേസെടുത്ത് അവരെ അഴിക്കുള്ളിലാക്കുകയാവും പിന്നീട് ചെയ്യുക. കാലം ഇത്ര പുരോഗമിച്ചിട്ടും ചില പോലീസുകാരുടെ ഇത്തരം പ്രവർത്തികൾക്ക് ഒരു മാറ്റവുമില്ല. കൊല്ലം കുണ്ടറയിലാണ് ഏറ്റവും ഒടുവിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത്. ക്ഷേത്രോത്സവത്തിനിടെ യുവതി അടക്കമുള്ളവരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. തുടർന്ന് കള്ളക്കേസെടുത്തതായും പരാതിക്കാർ ആരോപിക്കുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. കൊല്ലം കുണ്ടറയിൽ ക്ഷേത്രോത്സവത്തിനിടെ യുവതിക്ക് നേരെ പോലീസ് അതിക്രമമെന്ന് പരാതി. കുണ്ടറ സ്വദേശിയായ അനന്തുവിന്റെ ഭാര്യ അശ്വിനിയെ സ്ഥലം എസ്.ഐ മർദ്ദിച്ചെന്നാണ് പരാതി. അനന്തു, ഇയാളുടെ സഹോദരി രേഷ്മ എന്നിവർക്കും മർദ്ദനമേറ്റെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം യുവതിയുടെ ഭർത്താവ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ചാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേസിൽ യുവതിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. മർദ്ദന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ റൂറൽ SP TK വിഷ്ണു പ്രദീപ് IPS ശാസ്താംകോട്ട DYSPക്ക് നിർദ്ദേശം നൽകി. കുണ്ടറ കാഞ്ഞിരങ്കോട് ക്ഷേത്രത്തിൽ ഉത്സവം കാണാനായി ഭർത്താവിനൊപ്പം എത്തിയ യുവതിക്ക് പോലീസ് മർദ്ദനമേറ്റതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കുണ്ടറ SI കിരൺ തന്നെ മർദ്ദിച്ചതായി അശ്വിനി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇവർ നിലവിൽ ചികിത്സയിലാണ്. യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകളുമുണ്ട്. SI കിരൺ എന്ന് പറഞ്ഞ സാറാണ് വന്നിട്ട് നമ്മളെ തൊട്ട് മേലിട്ട് പയ്യനെ ആ വണ്ടിയുടെ തന്നെ പയ്യനെ വലിച്ച് താഴോട്ടിടുന്നത്. പക്ഷെ ആ പയ്യൻ എന്റെ പപ്പ അത് കണ്ടുകൊണ്ട് എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, സാർ എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു. നീ ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ ഹസ്ബൻഡിനെ പിടിച്ച് തെള്ളുകയും ഞങ്ങളെ പിടിച്ച് തെള്ളുകയും ചെയ്തു. സാർ തെള്ളുന്ന എന്തിനാന്ന് തുടർന്നാണ് പഴക്കം വേണ്ടി പുള്ളിക്കാരന്റെ പിടിച്ചിട്ടാണ് കൊണ്ടുപോയി. നീ DC കയറുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് ഞാൻ തടയാൻ ചെന്നത്. ഞാൻ എന്റെ ഭർത്താവിനെ തിരിച്ച് ഇങ്ങോട്ട് പിടിക്കുകയായിരുന്നു. അപ്പൊ അത് സമ്മതിക്കാതാണ് എന്നെ മർദ്ദിച്ചത്. പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതായും ഇവർ ആരോപിക്കുന്നു. അശ്വിനിക്ക് പുറമെ ഭർത്താവ് അനന്തു, ഇയാളുടെ സഹോദരി രേഷ്മ എന്നിവർക്കും മർദ്ദനമേറ്റെന്നും പരാതിയിലുണ്ട്. എന്ന സമയത്താണ് ഈ പുള്ളിക്കാരൻ പെട്ടെന്ന് വന്നിട്ട് നമ്മളൊരു അനിയൻ മത്സ്യകാര്യ മേളിൽ താഴോട്ടിടുന്നത്. അത് നമ്മളെ വൈഫിന്റെ ദേഹത്താണ് അത് വീണത്. അപ്പൊ ചോദിച്ച സമയത്താണ് ഈ പുള്ളിക്കാരൻ വന്ന് നിനക്ക് എന്താ വേണമെന്ന് പറഞ്ഞ് ചീത്തയും വിളിച്ച് എന്റെ കുട്ടി വിളിക്കുകയും പിന്നെ എന്റെ വൈഫ് അത് ചോദിക്കും തരാൻ ചെന്നത്. അപ്പോഴാണ് ബാക്കിയുള്ള പോലീസുകാരും ഈ കീരകളും ഈ അതിലും ബാക്കിയുള്ള പോലീസുകാരെ വന്ന് നമ്മളെ അടിക്കുന്നത്. ഈ അതിലപ്പോ ഈ പെപ്പർ സ്പ്രേ അടിച്ചോണ്ടിരിക്കുക. നമ്മൾ തിരിച്ചൊന്നും പ്രതികരിക്കുന്ന ആരും പ്രതികരിക്കുന്ന രീതിയിൽ അവിടെ 100 മീറ്റർ വിട്ട് അടിച്ച് നല്ല രീതിയിൽ അടിച്ച് അവളെ അടിച്ചിട്ട് ജീപ്പിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഇവിടെ വലിച്ച് ഇഴഞ്ഞായിരുന്നു. എന്നിട്ടാണ് എല്ലാവരും അടിച്ചത്. അതിനുശേഷം എന്നെ വണ്ടി കീഴിട്ട് വേറെ വഴി കൊണ്ട് അവിടെ സ്പ്രേ അടിച്ചിട്ട് എന്റെ മുഖത്തടിച്ചത്. മൂന്നാമറ്റാണ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പിറ്റേന്ന് രാവിലെ വിടാന്ന് പറഞ്ഞത്. പിന്നെ വൈഫ് വന്നാലേ വിടത്തോളെന്ന് പറഞ്ഞു. അവിടെ കേസ് കൊടുക്കുകയാണെങ്കിൽ എന്നെ റിമാൻഡ് ചെയ്യുകയാണ്. അതേസമയം പോലീസ് ആരോപണം നിഷേധിക്കുകയാണ്. ഉത്സവ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ ശ്രമിച്ചതാണെന്നാണ് പോലീസ് വാദം. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് അനന്തുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ അശ്വിനിയെയും പോലീസ് പ്രതി ചേർത്തു. എന്നാൽ സംഭവസ്ഥലത്തെ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ യുവതിയുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് 18 കൊല്ലം. മംഗളൂരുവിലെ ഗുണ്ടാ നേതാവിന്റെ കൊലപാതകത്തിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി അന്വേഷണ സംഘം. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിന് കാരണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. കൊലയാളി സംഘം എത്തിയത് വാടകയ്ക്കെടുത്ത വാഹനത്തിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് തെക്കോട് ഫ്ലൈ ഓവറിന് മുകളിൽ വെച്ച് കുദ്രോളി സ്വദേശിയും നിരവധി കേസുകളിലെ പ്രതിയുമായ ആരിഫ് ഹുസൈൻ എന്ന ടാബ്ലറ്റ് ഹാരിഫിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്.
മംഗളൂരുവിൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് അന്വേഷണ സംഘം പറയുന്നത്. ബന്ദർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട കുദ്രോളി സ്വദേശിയും അജിനടുക്ക മുളുഗഡയിൽ താമസക്കാരനുമായ ആരിഫ് ഹുസൈൻ എന്ന ടാബ്ലറ്റ് ഹാരിഫിനെയാണ് ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. തെക്കോട്ട് ഫ്ലൈ ഓവറിന് മുകളിൽ ബൈക്ക് തടഞ്ഞു നിർത്തിയാണ് ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നത്. സംഭവത്തിന് പിന്നിൽ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. കൊലയാളി സംഘം എത്തിയത് വാടകയ്ക്കെടുത്ത വാഹനത്തിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മംഗളൂരുവിലെ മത്സ്യവ്യാപാരിയായ ആരിഫ് ഹുസൈൻ സ്ഥിരം കുറ്റവാളിയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ബന്ദർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആരിഫ് ഹുസൈനെതിരെ 2022 മെയ് മാസത്തിലും വധശ്രമം ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ബജാലിൽ വെച്ച് തൊപ്പി നൌഫലിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടത്തിയത്. അന്ന് തലനാരിഴക്കാണ് ആരിഫ് ഹുസൈൻ രക്ഷപ്പെട്ടത്. കേസിൽ നൌഫലിനെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് 2025 തൊപ്പി നൌഫലിനെ കാസർഗോഡ് ഉപ്പള റെയിൽവേ ട്രാക്കിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഈ കേസിൽ പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാരോപിച്ച് നൌഫലിന്റെ കുടുംബം നേരത്തെ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം ഇരവിപുരം വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിൽ വയോധികനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. 2023 നവംബർ 8 നടന്ന സെബാസ്റ്റ്യൻ കൊലക്കേസിലെ പ്രതി നവാസിനെയാണ് കോടതി ശിക്ഷിച്ചത്. കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. കൊല്ലപ്പെട്ട സെബാസ്റ്റ്യന്റെ വീടിന് മുന്നിൽ പ്രതി നവാസ് നിരന്തരം ബീഡിക്കുറ്റികൾ ഇടുന്നതിനെ ചൊല്ലി സെബാസ്റ്റ്യന്റെ ഭാര്യയും മരുമകളും പ്രതിയുടെ അമ്മയോട് പരാതിപ്പെട്ടതായിരുന്നു വൈരാഗ്യ കാരണം. 2023 നവംബർ 8 ഉച്ചയ്ക്ക് സെബാസ്റ്റ്യൻ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ച് കയറിയ പ്രതി ഭാര്യയുടെയും മരുമകളുടെയും മുന്നിൽ വെച്ച് വെട്ടുകത്തി ഉപയോഗിച്ച് തലയിൽ വെട്ടുകയായിരുന്നു. തലയോട്ടി പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ സെബാസ്റ്റ്യൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരിച്ചത്. കേസിന്റെ വിചാരണവേളയിൽ പ്രതിക്ക് മാനസിക രോഗ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ കുറ്റകൃത്യത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയതും ആയുധം ഒളിപ്പിച്ചതുമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിയുടെ മനോനില സംബന്ധിച്ച വാദം അംഗീകരിക്കാനാവില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചു. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്ത കഠിനാടവും വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 5 വർഷത്തെ തടവുമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. കൂടാതെ 25,000 പിഴയും വിധിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ ഇരവിപുരത്ത് സുനാമി ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തൊട്ട് എതിർവശത്തുള്ള വീട്ടിലായിരുന്നു പ്രതി താമസിച്ചിരുന്നത്. പ്രതി സ്ഥിരമായി ബീഡി വലിച്ചതിന് ശേഷം ബീഡിക്കുറ്റികൾ ഈ സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിയുമായിരുന്നു. ഈ സംഭവ ദിവസം ഇങ്ങനെ വലിച്ചെറിഞ്ഞത് സെബാസ്റ്റ്യൻ്റെ ഭാര്യയും മരുമകളും പ്രതിയുടെ അമ്മയോട് പരാതി പറഞ്ഞതിനെ തുടർന്ന് ഇരവിപുരത്ത് മാർക്കറ്റിൽ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വീട്ടിൽ വന്ന അവസരത്തിൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കത്താളുമായി വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി അയാളെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയും കൊണ്ടുപോയി 18-ാം തീയതി മരണപ്പെട്ടു. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ട കോടതി ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. വീട്ടിൽ അതിക്രമിച്ച് കയറിയ കുറ്റത്തിന് 5 വർഷം തടവും 25,000 രൂപ പിഴയും ഒടുക്കണമെന്നും വിധിയിലുണ്ട്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും കൊല്ലപ്പെട്ട സെബാസ്റ്റ്യന്റെ ഭാര്യയടക്കം 19 സാക്ഷികളെ വിസ്തരിച്ചു. തൊണ്ടി മുതലും മെഡിക്കൽ രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സിസിൻ ജി മുണ്ടക്കലും അഡ്വക്കേറ്റ് അഗ്നജസ് ലാലും ഹാജരായി. ന്യൂസ് 18 കൊല്ലം. തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. തിരുവനന്തപുരം മംഗലപുരത്ത് തനിച്ച് താമസിക്കുന്ന 64-കാരിയെ വീട്ടിൽ കയറി കഴുത്തിൽ വെട്ടുകത്തി വെച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു.
മംഗലപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 8:30-യോടെയാണ് സംഭവം. തുറന്നു കിടന്ന അടുക്കള വാതിലിലൂടെയാണ് പ്രതി വീടിനുള്ളിൽ കടന്നത്. തുടർന്ന് വയോധികയെ വെട്ടുകത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയുമായിരുന്നു. ഇവർ നിലവിളിച്ചെങ്കിലും തൊട്ടടുത്ത വീടുകളിൽ ആളില്ലാതിരുന്നതിനാൽ ആരും വിവരമറിഞ്ഞില്ല. പ്രതി കടന്നു കളഞ്ഞതിന് പിന്നാലെ അവശയായ സ്ത്രീ ബന്ധുവിനെ ഫോണിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്ത്രീയുടെ വീടിന് സമീപത്തെ കടയിലെത്തിയ പ്രതി ഇവർ തനിച്ചാണെന്ന് മനസ്സിലാക്കിയാണ് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കടയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ മുൻപും സമാനമായ കേസുകൾ ഉള്ളതായി മംഗലപുരം പോലീസ് വ്യക്തമാക്കി. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കഴക്കൂട്ടം. ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് C. വത്സൻ ഒളിവിൽ. പരാതി നൽകിയ യുവതിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. പീഡനം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ യുവതി പോലീസിന് കൈമാറി. ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളുമായുള്ള ബന്ധം പറഞ്ഞ് പ്രശോഭ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് യുവതി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ലൈംഗിക പീഡനം, SC/ST പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ജോലി വാഗ്ദാനം ചെയ്ത് പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലറായ പ്രശോഭ പലവട്ടം ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുമായുള്ള അടുത്ത ബന്ധം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. തുടർന്നാണ് കേസെടുത്തത്. പീഡനം തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. തന്റെ മുന്നിൽ വെച്ച പ്രശോഭ് ഷാഫി പറമ്പിലിന് വീഡിയോ കോൾ ചെയ്തിരുന്നതായി യുവതി പറഞ്ഞു. ഇയാളെ ബന്ധങ്ങളൊക്കെയുള്ള ഉയർന്ന ബന്ധങ്ങൾ, ഷാഫിയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് ഓഡിയോ കോൾ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ ഷാഫിനെ കാണിക്കുന്നു. ഞാൻ ഷാഫിനെ കണ്ടപ്പോഴാണ് ഇത് ഷാഫിനെ വിളിക്കുന്നത്. നിങ്ങൾ ഷാഫിനായിട്ട് സംസാരിച്ചു? ഞാൻ സംസാരിച്ചു. നിങ്ങളെ കാണിച്ചു? എന്നെ കാണിച്ചു. അപ്പോൾ ഷാഫി എന്താ പറഞ്ഞത്? അയാളുടെ അടുത്താണ്, പ്രശോഭിൻ്റെ അടുത്ത്. നിങ്ങളെ കണ്ടല്ലോ? ഷാഫി നിങ്ങളെ കണ്ടല്ലോ? കണ്ടില്ല. വേറെ ആരെങ്കിലും പേര് പറഞ്ഞിരുന്നോ? അയാളുടെ പേര് പറഞ്ഞു. പുള്ളിയുടെ അടുത്ത് അടുത്ത ബന്ധമാണ്. പുള്ളിയുടെ ശ്രീകണ്ഠൻ്റെ അടുത്ത് അടുത്ത ബന്ധമാണെന്ന് പറഞ്ഞു. അടുത്ത ബന്ധമാണ്. നിങ്ങൾ തെളിവൊക്കെ പോലീസിന് കൈമാറിയോ? തെളിവ് കൊടുത്തിട്ടുണ്ട്. പോലീസ് എന്താ പറഞ്ഞത്? വേറെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. മൊഴി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഏതെങ്കിലും തരത്തിൽ? MLA പിന്നെ പേര് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനും ഷാഫി പറഞ്ഞു ആ പേര് പറഞ്ഞിട്ട്. പിന്നെ പ്രശോഭ് ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പീഡനക്കേസ് തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമാക്കാനാണ് LDF-ന്റെയും NDA-യുടെയും തീരുമാനം. ഇത് മുൻകൂട്ടി കണ്ട് DCC നേതൃത്വം അടിയന്തരമായി ഇടപെട്ട് പ്രക്ഷോഭിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ധാർമ്മികതയുണ്ടെങ്കിൽ പ്രക്ഷോഭ് കൗൺസിലർ സ്ഥാനം രാജിവെക്കട്ടെ എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. എനിക്കറിയുന്നത് ഒന്നേ ഉള്ളൂ, ആ കുട്ടി ഇങ്ങനെ ചെയ്തു. നിങ്ങളുടെ മീഡിയയിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ അയാളെ ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനൊരു ധാർമ്മിക ഒരു DCC അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം പുറത്താക്കണം. എത്ര മുമ്പനാണെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴല്ലേ വെളിയിലാക്കേണ്ടത്, എല്ലാതെ വെളിയിലാക്കണ്ട. ഒന്നുമില്ലാത്ത ഒരാളെ തനിക്ക് ഇനി ഓരോ തെരഞ്ഞു പിടിച്ചിട്ട് വെളിയിലാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളിലൂടെ, ഞാൻ എപ്പോഴും പറയണം, മീഡിയയിലൂടെയാണ് ആരോപണം കേട്ടിട്ടുള്ളൂ. ആ മീഡിയയിലൂടെ കേട്ടത് ആ സ്പോട്ടിൽ പുറത്താക്കിയ പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലാതെ വേറൊരു പാർട്ടി ചെയ്യില്ല. മനസ്സിലായിട്ടോ? ഏത് പാർട്ടിയാൻ പറ്റില്ല. ഞാൻ എണ്ണി പറയാൻ ഈ സമയത്ത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയാൻ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഞങ്ങൾ അതിനൊന്നും വയ്ക്കാതെ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങളൊന്നും എന്തിനു നിന്നു കേട്ടതെന്ന് രാത്രി തന്നെ എഴുതി അങ്ങോട്ട് കൊടുത്തു വെളിയിലാക്കാൻ. ഇത് ഏത് പാർട്ടി ചെയ്യും? 5 വർഷത്തെ ഭരണത്തെയാകും ജനങ്ങൾ വിലയിരുത്തുകയെന്നും കൗൺസിലറുമായി ബന്ധപ്പെട്ട വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നില്ലെന്നും പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേഷ് പിഷാരടി പറഞ്ഞു. നമ്മുടെ കൂടെ പ്രചരണമാർത്ഥം ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ഇവിടെ വന്ന ശേഷം ഒരാളെയും അങ്ങനെ കാര്യമായി പരിചയപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. വളരെ ഖേദകരമായ വാർത്തയാണ് കേട്ടിട്ടുള്ളത്.
ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് കൃത്യമായും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസും സിസ്റ്റംസും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണോ നടപ്പിലാക്കേണ്ടത് ആ നീതി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി പോലീസ് തീരുമാനങ്ങളാകുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേതൃത്വം തീരുമാനിച്ച് വേണ്ട നടപടികൾ എടുത്തോളും. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കലുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസുകൾക്ക് പിന്നാലെ പാലക്കാട് കോൺഗ്രസ് കൗൺസിലർക്കെതിരെ കൂടി സമാനമായ പരാതി ഉയർന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിലടക്കം നിർണായക പങ്ക് വഹിക്കേണ്ടവരാണ് അധ്യാപകർ. എന്നാൽ വേലി തന്നെ വിളവ് തിന്നാലും. അധ്യാപക സമൂഹത്തിനാകെ നാണക്കേടുണ്ടാക്കിയ ആളാണ് ചെന്നൈ അണ്ണാ സർവകലാശാലയിലെ പ്രൊഫസർ ജ്ഞാനവേൽ ബാബു. വിദ്യാർത്ഥിനികൾ സംശയം ചോദിച്ചാൽ കിടപ്പുമുറിയിലേക്ക് വരാൻ പറയുന്നത്ര തരം താഴ്ന്നയാൾ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുടെ പീഡന പരാതിയിൽ ജ്ഞാനവേൽ ബാബു അറസ്റ്റിലായി. കോളേജിലെ മറ്റു ചില വിദ്യാർത്ഥിനികളെയും ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. അണ്ണാ സർവകലാശാലയിലെ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് അധ്യാപകൻ ജ്ഞാനവേൽ ബാബുവിനെതിരെ ആദ്യം ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ 3 വർഷമായി അധ്യാപകൻ ലൈംഗികോപദ്രവം തുടരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. പഠന വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചാൽ കിടപ്പുമുറിയിലേക്ക് വരാനാണ് ആവശ്യപ്പെടുക. രാത്രി വൈകിയും നിരന്തരം ശല്യപ്പെടുത്തൽ തുടർന്നു. വിവരം പുറത്തു പറഞ്ഞാൽ വകവരുത്തുമെന്നുവരെ ഭീഷണിപ്പെടുത്തി. ശല്യം സഹിക്കാൻ പറ്റാതായപ്പോൾ അധ്യാപകന്റെ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടും ഫലമുണ്ടായില്ല. സുഹൃത്തുക്കളെ വിളിച്ച് വിവരം അന്വേഷിച്ച് ഉപദ്രവം തുടർന്നതോടെയാണ് വിദ്യാർത്ഥിനി പരാതി നൽകിയത്. സർവകലാശാലയ്ക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതോടെയാണ് ജ്ഞാനവേൽ ബാബുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറത്തുവന്നത്. See, when there is a crime occurred, the police takes immediate action and arrest the culprit and put them in jail. That is what the police can do. These things are not law and order question. These are individual things which the police are taking stringent action against the people. In no case that police have not arrested the culprit if they have found him. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതും തിരുനെൽവേലിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ജ്ഞാനവേലിനെ അറസ്റ്റ് ചെയ്തതും. ഇതിന് തൊട്ടുമുമ്പ് സർവകലാശാല ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചെന്നൈ കോട്ടൂർപുരം വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ജ്ഞാനവേലിനെതിരെ കേസെടുത്തത്. അറസ്റ്റിന് ശേഷം 4 വിദ്യാർത്ഥികൾ കൂടി ഇയാൾക്കെതിരെ പീഡന പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ചെന്നൈ. അന്ധവിശ്വാസം മുതലെടുത്ത് പല രീതിയിൽ ആളുകളെ ചൂഷണം ചെയ്യുന്നവർ നമുക്കിടയിലുണ്ട്. എത്ര കണ്ടാലും ആളുകൾ പഠിക്കില്ലെന്നതാണ് ഇത്തരക്കാർക്ക് വളം വയ്ക്കുന്നത്. യുവതിയെ പീഡിപ്പിച്ച കേസിൽ സ്വയം പ്രഖ്യാപിത ആൾദൈവം മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായി. പാൽഘറിലെ ഋഷികേശ് വൈദ്യയാണ് അറസ്റ്റിലായത്. താൻ ശിവനും യുവതി പാർവതിയുമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം. സ്വദേശിയായ 35-കാരിയുടെ പരാതിയിലാണ് 40-കാരനായ ഋഷികേശ് വൈദ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭഗവാൻ ശിവന്റെ അവതാരമെന്ന് അവകാശപ്പെട്ടാണ് ഋഷികേശ് വൈദ്യ തന്നെ പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. പാൽഘർ കേന്ദ്രമായാണ് ആൾദൈവമായ വൈദ്യ പ്രവർത്തിക്കുന്നത്. 2023 ഫേസ്ബുക്ക് വഴിയാണ് യുവതിയും ഋഷികേശ് വൈദ്യയും പരിചയപ്പെടുന്നത്. 2023 ഡിസംബറിൽ പ്രതി പൂനെയിലെത്തി യുവതിയെ കണ്ടു. തുടർന്ന് താൻ ഭഗവാൻ ശിവന്റെ അവതാരമാണെന്നും യുവതി തന്റെ പാർവതിയാണെന്നും വിശ്വസിപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി വീണ്ടും പീഡിപ്പിച്ചു. പീഡന ദൃശ്യങ്ങൾ പ്രതി മൊബൈൽ ഫോണിൽ പകർത്തിയതായും പിന്നീട് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതായും യുവതിയുടെ മൊഴിയിലുണ്ട്. കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിലെ മറ്റൊരു ആൾദൈവമായ ക്യാപ്റ്റൻ ഗാരത്തിനെ
പീഡനക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് വൈദ്യക്കെതിരെ പരാതി നൽകാൻ യുവതി മുന്നോട്ട് വന്നത്. ന്യൂസ് 18 മുംബൈ. കണ്ണൂർ പയ്യന്നൂരിൽ വൻ ലഹരിമരുന്ന് വേട്ട. മാരക ലഹരിമരുന്നായ MDMA-യും ഹാഷിഷ് ഓയിലുമായി ദമ്പതിമാരടക്കം 3 പേരെ പോലീസ് പിടികൂടി. കണ്ണൂർ ചാലാട് സ്വദേശി നാദിർ നൂറുദ്ദീൻ, ഭാര്യ ഐന, കണ്ണൂർ നാടാൽ സ്വദേശി ഷാനിദ് കെ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. MDMA-യും ഹാഷിഷ് ഓയിലുമായാണ് ദമ്പതിമാരടക്കം 3 പേരെ പോലീസ് പിടികൂടിയത്. കണ്ണൂർ ചാലാട് സ്വദേശി നാദിർ നൂറുദ്ദീൻ, ഭാര്യ ഐന, കണ്ണൂർ നടാൽ സ്വദേശി ഷാനിദ് കെ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. കണ്ണൂർ ഏടാട്ട് കണ്ണങ്ങാട്ട് സ്റ്റോപ്പിന് സമീപത്താണ് പോലീസ് ഇവരെ തടഞ്ഞത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന മഹീന്ദ്ര കാറിൽ നടത്തിയ പരിശോധനയിൽ 41.14 ഗ്രാം MDMA-യും 241 മില്ലിഗ്രാം ഹാഷിഷ് ഓയിലും കണ്ടെടുത്തു. കാറിന്റെ ഡിക്കിയിൽ ഒരു ബിഗ് ഷോപ്പറിനുള്ളിൽ ബാഗിൽ പുതഞ്ഞുവെച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. മംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു ഇവയെന്നും പ്രതികൾ മൊഴി നൽകി. പോലീസിനെ വെട്ടിക്കാൻ നിയമവിരുദ്ധമായ രീതിയിൽ മോഡിഫൈ ചെയ്ത കാറിലായിരുന്നു ലഹരി മരുന്ന് കടത്ത്. കണ്ണൂർ റൂറൽ SP-യുടെ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 പയ്യന്നൂർ. വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് പറഞ്ഞ് വാഴത്തോട്ടത്തിൽ ചീര കൃഷി ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇതേ സാഹചര്യം മുതലെടുത്ത് കഞ്ചാവ് കൃഷി ചെയ്താലോ? അട്ടപ്പാടി ഷോലയൂരിലാണ് എക്സൈസ് കൗതുകകരമായ കഞ്ചാവ് കൃഷി കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം തുടങ്ങി. വാഴകൃഷിക്കിടയിലെ കഞ്ചാവ് കൃഷി കണ്ടെത്തി എക്സൈസ് സംഘം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന സ്പെഷ്യൽ ഡ്രൈവിലാണ് കഞ്ചാവ് കൃഷി പിടികൂടിയത്. അട്ടപ്പാടി ഷോലർ ഊത്തുകുഴിയിലാണ് സംഭവം. ഊത്തുകുഴി ഉന്നതിയിൽ ശിവന്റെ വാഴത്തോട്ടത്തിനിടയിലാണ് കഞ്ചാവ് ചെടികളും കൃഷി ചെയ്യുന്നതായി കണ്ടെത്തിയത്. പ്രായം വരുന്ന 34 കഞ്ചാവ് ചെടികളാണ് തോട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവ വെട്ടി നശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. അഗളി എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇഖ്ലാസ് അലിയും പാർട്ടിയും ചേർന്ന് നടത്തിയ റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ സമോദ് S, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രജീഷ്, ഭോജൻ, രംഗൻ, ഡ്രൈവർ വിനോദ് എന്നിവരും പങ്കെടുത്തു. പട്ടാമ്പി. തിരുവനന്തപുരം ബാലരാമപുരം തേമ്പാമുട്ടത്ത് വൻ ആയുധ ശേഖരം കണ്ടെത്തി. പുത്രക്കാട്ടിലുള്ള വാട്ടർ ടാങ്കിന് സമീപം ചാക്കുകെട്ടിനുള്ളിലാണ് ആയുധശേഖരം കണ്ടെത്തിയത്. ഇത് കൊട്ടേഷൻ സംഘത്തിന്റേതാണെന്നാണ് സംശയം. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് അന്വേഷണം തുടങ്ങി. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കരുതൽ തടങ്കലിൽ തേമ്പാമുട്ടം, പുത്രക്കാട് മേഖലകളിലെ ഗുണ്ടകളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനു വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ബാലരാമപുരം പോലീസ് ഈ മേഖലയിൽ എത്തിയത്. വാട്ടർ ടാങ്കിന് സമീപം ഒരു പായ കിടക്കുന്നത് ഇതിനിടെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സമീപത്ത് ചാക്കുകെട്ടിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ കണ്ടെത്തിയത്.
6 വാളുകൾ, 2 മഴു, വെട്ടുകത്തി, പൈപ്പ്, ഇരുമ്പുദണ്ട്, ഓലപ്പടക്കം, 4 ഗുണ്ടുകൾ എന്നിവയാണ് ചാക്കിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇവ കൊട്ടേഷൻ സംഘം ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് പോലീസ് പറയുന്നു. സർപ്രൈസിംഗ് ചെക്കിങ്ങിലാണ് പുത്രക്കാട് കോളനി ഒരു വാട്ടർ ടാങ്കിന്റെ ഷെഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ കുറച്ച് വാളുകളും മഴുവും ഇതൊക്കെ നമുക്ക് സീസ് ചെയ്തു. ഇത് ആര് എവിടുന്ന് കൊണ്ടുവന്നു എന്നതിനെ പറ്റി നമുക്കത് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇനിയും കൂടുതൽ ഇതേപോലുള്ള സെർച്ചുകൾ കണ്ടക്ട് ചെയ്ത് ഇത്തരത്തിൽ ഇവിടെ എങ്ങനെ സീസ് ചെയ്തിട്ട് ഈ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ സീസ് ചെയ്യുന്നതിനുള്ള നടപടികൾ കാര്യങ്ങൾ അതുപോലെ തന്നെ കൂടുതൽ ഈ പട്രോളിങ് ഇത്തരം ഭാഗങ്ങളിലൊക്കെ എൻഹാൻസ് ചെയ്യുന്നതിനുള്ള നടപടികളും ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ചെയ്തിരുന്നു. 4 മാസത്തിനിടെ ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റെയിൽവേ ട്രാക്കിന് സമീപത്തും കല്യാണ മണ്ഡപത്തിലും അടിപിടി നടന്നിരുന്നു. ഇതിലെ പ്രതികൾ മുൻകൂർ ജാമ്യം എടുത്തതായാണ് പോലീസിന് ലഭിച്ച വിവരം. ഈ സംഭവങ്ങളുമായി ആയുധ ശേഖരത്തിന് ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നു. പിടിച്ചെടുത്ത ആയുധങ്ങൾ സ്റ്റേഷനിൽ എത്തിച്ചു. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. സംഭവത്തിന് പിന്നിലെ പ്രതികൾ ഉടൻ വലയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിൽ ജോലിക്ക് നിന്ന വീട്ടിലെ അച്ഛനും മകനും പീഡിപ്പിച്ചതായി 23-കാരിയുടെ പരാതി. കഴിഞ്ഞ ദിവസം രാത്രി അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ യുവതിയെ പിന്നീട് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. അതേസമയം പീഡനത്തിനിരയായ യുവതിയോടും കുടുംബത്തോടും പോലീസ് മോശമായി പെരുമാറിയതായി പരാതിയുണ്ട്. മൊഴിയെടുക്കാതെ മണിക്കൂറുകളോളം കാത്തുനിർത്തിയെന്നും പോലീസുകാരൻ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം. കൊട്ടാരക്കര മൈലത്തെ യുവതിയുടെ വീട് തീവെച്ച് നശിപ്പിച്ച കേസിലെ പ്രതിക്ക് 8 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 32-കാരനായ ശ്രീകുമാറിനെയാണ് കൊല്ലം 4th അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കാത്ത മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ച സംഭവത്തിൽ 2 ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ സസ്പെൻഡ് ചെയ്തത് രേഖ, സുജാത എന്നിവരെ. പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും 5 കിലോ കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശി സരിഫുൾ ഷേഖ്. 3 പോക്സോ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന പ്രതിക്ക് 4ാമത്തെ പോക്സോ കേസിലും ശിക്ഷ വിധിച്ച് കോടതി. ചാവക്കാട് തിരുവത്ര സ്വദേശി മൊയ്തു വന്ന 70-കാരനെയാണ് 9 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി. പിഴയടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. 2023 മാർച്ചിലാണ് സംഭവം. ഒരു പോക്സോ കേസിൽ ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവും മറ്റൊരു കേസിൽ 23 വർഷം കഠിന തടവും 3ാമത്തെ കേസിൽ 10 വർഷം കഠിന തടവും ശിക്ഷ വിധിച്ചത് പ്രതി അനുഭവിച്ചു വരികയാണ്. ഇത്തരക്കാർ ശിഷ്ടകാലം ജയിലിൽ തന്നെ തുടരുന്നതാണ് സമൂഹത്തിന് നല്ലത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.